20 രൂപയുടെ ഒരു ബോൾ വാങ്ങുവാൻ വേണ്ടി 11 പേരിൽ നിന്നും പൈസ പിരിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഒരുപാട് ബോളുകൾ വാങ്ങാൻ കഴിയും. പക്ഷെ ഈ പറഞ്ഞ 11 കൂട്ടുകാരെ കിട്ടാനില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഇടയ്ക്ക് വന്ന ഒരു പോസ്റ്റാണ്. ഞാൻ സൗഹൃദങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഞാൻ എൻ്റെ ഒരു അവധിക്കാലത്ത് വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ പഴയൊരു കൂട്ടുകാരനെ കണ്ടു. അവനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ എന്നോട് ചോദിച്ചു, നിനക്ക് ഓർമ്മയുണ്ടോടാ പണ്ട് നമ്മൾ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ഒരു പാറപ്പുറത്ത് പോയി എല്ലാവരും ഒന്നിച്ച് വട്ടത്തിലിരിക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ചോറ്റുപാത്രം തന്നെ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് താമസിച്ച് ക്ലാസ്സിലേക്ക് കടന്നു ചെന്നപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് സാറ് നമ്മുടെ ബെഞ്ചിന്റെ മുകളിൽ നിരത്തി നിർത്തി ചൂരലുകൊണ്ട് നമ്മുടെ കാലിലടിച്ചായിരുന്നു. അതിനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ പഴയ സൗഹൃദത്തിന്റെ ഓർമ്മകൾ കടന്നു വന്നു. അന്ന് സൗഹൃദം കുറച്ചും കൂടെ വിശാലമായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. 1-2 പേരല്ല, 10-12 പേരൊക്കെ ചേരുമ്പോഴാണ് നമ്മൾ കൂട്ടുകാരെന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് 1-2 പേര് മാത്രമല്ല, നമ്മൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായി ഒറ്റപ്പെട്ടു പോകാറുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. നിങ്ങളുടെ സുഹൃത്ത് ബന്ധം എപ്രകാരമുള്ളതാണ്? എത്രമാത്രം ആഴപ്പെട്ടതാണ്?